നമസ്കാരം. യുവതികളെ ശബരിമലയിൽ കയറ്റിയത് CPM-ന്റെ ഉന്നതനായ നേതാവ്. പോലീസിനെ ഇരുട്ടിൽ നിർത്തി ശബരിമലയിൽ കൊള്ള നടത്തിയതും അത്തരത്തിൽ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായിട്ടുള്ള CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള A. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്തിനായിരുന്നു? ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ 11-ാം പ്രതിയായും ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട കേസിൽ 8-ാം പ്രതിയായും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിൽ അറസ്റ്റിലായ അദ്ദേഹം 100-ലധികം ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയത്. അക്കാലത്ത് പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ല എന്നും കോടതി ശിക്ഷിച്ചാൽ മാത്രമേ പാർട്ടി നടപടിയെടുക്കൂ എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരസ്യ നിലപാട്. പകുതി വെന്തിട്ട് നിലപാട് സ്വീകരിക്കാനാകില്ല, നല്ലോണം വേവട്ടെ എന്ന് പറഞ്ഞ് അന്ന് മാധ്യമങ്ങളെ പരിഹസിച്ച ഗോവിന്ദനും പാർട്ടി നേതൃത്വവും ഇപ്പോൾ കോടതി വിധിയോ കുറ്റപത്രമോ എത്തുന്നതിന് മുൻപ് തന്നെ പത്മകുമാറിനെതിരെ അടിയന്തരമായിട്ടുള്ള കടുത്ത നടപടി സ്വീകരിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു. അടുത്തിടെ സമാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDF-ഉം ഒക്കെ നേരിട്ട കനത്ത തോൽവി, ജനവിധി, ഇതൊക്കെ മുൻ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുവാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള നേതാവിനെതിരെ സമയബന്ധിതമായിട്ട് കർശന നടപടി സ്വീകരിക്കാതിരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കി എന്നും രാഷ്ട്രീയ എതിരാളികളുടെ കടുത്ത പ്രചാരണം വോട്ടെടുപ്പിൽ പാർട്ടിയെ സാരമായിട്ട് ബാധിച്ചുവെന്നും ഒക്കെ സംസ്ഥാന സമിതി വിലയിരുത്തുകയും ചെയ്തു. സത്യത്തിൽ പത്മകുമാറിനെ പുറത്താക്കാത്തത്, പാർട്ടിയിൽ നിന്നേ പുറത്താക്കാതെ വെറുതെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് തന്നെ പത്മകുമാറിന്റെ കയ്യിൽ ചില രാഷ്ട്രീയ ആയുധങ്ങളുണ്ട് എന്നുള്ള കാര്യം CPM-ന് മനസ്സിലായി കഴിഞ്ഞു. അത് ഭയന്നുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം. ഇവിടെ തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിന് പിന്നാലെ പത്മകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായി. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് നേരിട്ട് പുറത്താക്കണമെന്ന ആവശ്യം യോഗത്തിൽ ശക്തമായിട്ട് ഉയർന്നിരുന്നുവെങ്കിലും കടുത്ത നടപടികളിലേക്ക് കടക്കാതെ സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. കുറ്റപത്രത്തിൽ അദ്ദേഹത്തിനെതിരെ കോടതി കൃത്യമായിട്ടുള്ള കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ അത് നീതികേടാകും എന്നതിനാലാണ് സസ്പെൻഷനിൽ ഒതുക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വിശദീകരിക്കുകയും ചെയ്തു. എങ്കിലും പാർട്ടിയെ പിന്തിരിപ്പിച്ചത് പത്മകുമാറിന്റെ പക്കലുള്ള ചില രാഷ്ട്രീയ ആയുധങ്ങളാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. തനിക്കെതിരെ കടുത്ത നടപടി ഉണ്ടായാൽ പലതും തുറന്നു പറയുമെന്ന മുന്നറിയിപ്പ് പത്മകുമാർ നേരത്തെ തന്നെ ചില സുഹൃത്തുക്കൾ വഴി CPM-ന്റെ പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നു. മുൻപ് ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്ത് നിറഞ്ഞാടിയ രാഷ്ട്രീയ നാടകങ്ങളുടെ അണിയറ കഥകൾ തന്റെ ആത്മകഥയിലൂടെ പുറത്തുവിടാൻ അദ്ദേഹം ഒരുങ്ങുന്നതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അക്കാലത്ത് അന്നത്തെ IG ശ്രീജിത്തിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും പൂർണ്ണമായിട്ടും ഇരുട്ടിൽ നിർത്തിയും മാറ്റി നിർത്തിയുമാണ് ബിന്ദു, അമ്മിണി, കനകദുർഗ എന്നിവരെ സന്നിധാനത്ത് ദർശനത്തിനെത്തിക്കുവാൻ പാർട്ടിയിലെ ചില ഉന്നതർ രഹസ്യ നീക്കങ്ങൾ നടത്തിയതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പത്മകുമാർ തന്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. പാർട്ടിക്കുള്ളിലെ പല പ്രമുഖരുടെയും മുഖംമൂടി അഴിക്കുന്ന ഈ ആത്മകഥ പുറത്തു വന്നാൽ അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന് ഭയന്നാണ് നേതൃത്വം പുറത്താക്കൽ നടപടിയിൽ നിന്ന് ഇപ്പോൾ പിന്നാക്കം പോയതെന്ന് കരുതപ്പെടും. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ സീനിയർ നേതാവായ തന്നെ തഴഞ്ഞ് ജൂനിയർ ആയിട്ടുള്ള മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെ പത്മകുമാർ പരസ്യമായിട്ട് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം പാർട്ടി വേദികളിൽ നിന്ന് ഏറെക്കുറെ ഒതുക്കപ്പെട്ട നിലയിലായിരുന്നു പത്മകുമാർ. എന്നാൽ ഈ പത്മകുമാറിനെതിരെ പ്രഖ്യാപിച്ച ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഈ സസ്പെൻഷൻ വാർത്തകൾക്ക് പിന്നിൽ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള മറ്റൊരു വലിയ മരീചിക ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് കൗതുകകരം. അതായത് പത്മകുമാർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പാർട്ടിയുടെ അംഗത്വം പുതുക്കലായോ അല്ലെങ്കിൽ ലവി വിഹിതം ഒടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന വിചിത്രമായുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ അംഗത്വം പുതുക്കാത്ത ഒരാൾ സാങ്കേതികമായിട്ട് പാർട്ടിയുടെ ഘടനയ്ക്ക് പുറത്താണ്. പാർട്ടിയിൽ നിലവിൽ ഔദ്യോഗികമായിട്ട് അംഗമല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ എങ്ങനെയാണ് സസ്പെൻഷൻ നടപടി പ്രഖ്യാപിക്കുക എന്ന ചോദ്യത്തിന് മുന്നിൽ ജില്ലാ നേതൃത്വം കൃത്യമായ മറുപടി ഇല്ലാതെ പതറുകയാണ്. തോൽവിക്ക് പിന്നാലെ അണികളിൽ പുകയുന്ന ആഭ്യന്തരമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ തണുപ്പിക്കുവാനും പാർട്ടി നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുവാനും നേതൃത്വം ബോധപൂർവം കെട്ടിയാടിയ ഒരു രാഷ്ട്രീയ നാടകമാണോ ഈ സസ്പെൻഷൻ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരട്ടത്താപ്പും ആശയക്കുഴപ്പവും അവസാനിപ്പിക്കുവാൻ CPM ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നാലുടൻ തന്റെ അടുത്ത രാഷ്ട്രീയ നീക്കവും തുറന്നു പറച്ചിലുകളും എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പത്മകുമാറും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യുവതികളെ ശബരിമലയിൽ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിന് പിന്നിലെ CPM-ന്റെ ഉന്നതനായിട്ടുള്ള നേതാവ് ആരാണ് എന്ന് അടുത്ത പടിയിൽ വെളിപ്പെടുത്താൻ നിൽക്കുന്ന പത്മകുമാറിനെ പിടിച്ചുകെട്ടുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ്. അത് വളരെ കൃത്യമായിട്ട്
തലോടലിലൂടെ, ഒരു സസ്പെൻഷൻ തലോടലിലൂടെ അത് നിർത്തിവെച്ചിരിക്കും. ഇവിടെ ശബരിമലയിൽ കൊള്ള നടക്കുമ്പോൾ പോലീസ് എന്ന് പറയപ്പെടുന്നത് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അവിടെ യുവതികളെ ശബരിമലയിൽ കയറ്റിയവന്മാരാണ് ഈ CPM നേതാക്കന്മാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് കൂടി പത്മകുമാർ വ്യക്തമാക്കുമ്പോൾ ഇനിയും വരാനുണ്ട് ഇതുപോലെ പുറത്തറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇതുവരെയും പുറത്തറിയാത്ത രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരം. അപ്പോൾ അത്രത്തോളം കഥകൾ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ പല ഉന്നത നേതാക്കന്മാരുടെയും ഉറക്കം കെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരനല്ലാതിരുന്നിട്ട് പോലും ഒരു സസ്പെൻഷനിൽ പത്മകുമാറിനെ ഒതുക്കി നിർത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പത്മകുമാർ വാ തുറക്കുകയോ അല്ലെങ്കിൽ പത്മകുമാർ പാർട്ടി വിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ CPM കഷ്ടകാലമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല.